ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഡേ 1 ഇൻ മലേഷ്യ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായ മലേഷ്യ പോയതിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 12:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പം നേരത്തെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ തന്നെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മെല്ലെ നമ്മുടെ ടെർമിനലിലേക്ക് പോവാണ്. നമ്മൾ ഡിപ്പാർച്ചർ ടെർമിനലിലേക്ക് നമ്മൾ പോവാണ്. അപ്പം ഇവിടുന്ന് 12:30-ക്ക് എടുത്ത ഫ്ലൈറ്റ് നമ്മൾ നൈറ്റ് ആകുമ്പോഴാണ് കോലാലംപൂർ എത്തുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെയാണ് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്പോട്ട്, നമ്മൾ അവിടെ എത്തിയിട്ടില്ല, ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോണത്. ഞങ്ങൾ ഫസ്റ്റ് പോയത് ജെൻറ്റിങ് ഹൈലൻഡ്സ് ആണ്. ജെൻറ്റിങ് ഹൈലൻഡ്സ് എല്ലാവർക്കും അറിയായിരിക്കും. കേബിൾ കാർ ഡ്രൈവാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഒരു ലിഫ്റ്റ് എടുത്തിട്ട് ആണ് മുകളിലേക്ക് പോയത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് ഓൾറെഡി നമുക്ക് നമ്മുടെ ഏജൻസീസ് എടുത്ത് തന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ക്യൂ നിന്നിട്ട് കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് കേബിൾ കാർ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വേഗം പോയി കയറുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ പോയത് ഈ ഒരു ടെമ്പിളാണ്. ഇതൊരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ചിൻസ്വി കേവ് ടെമ്പിൾ എന്നാണ്. അത്യാവശ്യം നല്ല ഉയരമുള്ള ടെമ്പിളാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയാൽ നമുക്ക് ഈ ഒരു ജെൻറ്റിങ് ഹൈലൻഡ്സിൻ്റെ ഫുൾ വ്യൂസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധ സ്റ്റാച്യു ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബുദ്ധ സ്റ്റാച്യു ആണത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെമ്പിൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാനും പറ്റും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെയിം കേബിൾ കാർ തന്നെ പോയ അടുത്ത സ്പോട്ടാണ് ഈ ഒരു മോള്. ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മോളാണ്. ഇവിടെ കുറേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും കുറേ ആക്ടിവിറ്റീസും ഒക്കെയുള്ള വലിയൊരു മോളാണ് കേട്ടോ ഇത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ ലഞ്ച് പോയ സ്പോട്ടാണ് ബട്ടു കേവ്സ്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കയറി പോകണം. ഈ ബട്ടു കേവ്സ് എനിക്ക് തോന്നുന്നു 222 സ്റ്റെപ്സ് എന്തോ നമ്മളിങ്ങനെ കയറി പോകണം. എന്നിട്ട് ഏറ്റവും മുകളിലെത്തുമ്പോൾ ആണ് ആ ഒരു ടെമ്പിൾ ഉള്ളത്, മുരുകൻ്റെ ടെമ്പിൾ ഉള്ളത്. അപ്പം മുരുകൻ്റെ സ്റ്റാച്യു ഇതുപോലെ നമ്മൾ ഏറ്റവും മുകളിൽ കയറിയിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലെത്തിയപ്പം നമുക്ക് ആ ഒരു ഗുഹ കാണുമ്പോൾ തന്നെ വേറൊരു എന്താ പറയുക, ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. ഫുള്ളൊരു അത്രയും 400 ദശലക്ഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ഗുഹയ്ക്ക്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനൊരു ടെമ്പിൾ. അവിടെ നമ്മൾ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കുറേ നേരം ഈ ഗുഹേൻ്റെ ഒരു ഭംഗി തന്നെ നോക്കി നിന്നു. എന്നുവെച്ചാൽ ഭയങ്കര രസമായിരുന്നു ആ ഒരു ഗുഹ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മെല്ലെ അവിടുന്ന് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നൈറ്റ് വിസിറ്റ് ചെയ്ത സ്പോട്ട് വന്നിട്ട് ഈ ഒരു ട്വിൻ ടവറാണ്. ട്വിൻ ടവറൊക്കെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ എന്തായാലും നൈറ്റ് തന്നെ വരണം. ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റൊക്കെ ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ നൈറ്റ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയത്. അപ്പോൾ ഡേ 1 അത്രയേ ഉള്ളൂ.